Okay, അപ്പോൾ നമ്മൾ ചാപ്റ്റർ 1 to 5 കഴിഞ്ഞ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ചാപ്റ്റർ നമ്പർ 6. ചാപ്റ്റർ നമ്പർ 6ലും പറയുന്നത് ഓൾമോസ്റ്റ് ചാപ്റ്റർ നമ്പർ 1 to 5 പറഞ്ഞ വരെ കാര്യങ്ങൾ തന്നെയാണ്. ചാപ്റ്റർ 6 ഒന്ന് റിപ്പീറ്റ് ചെയ്യാനുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട് ചാപ്റ്റർ നമ്പർ 6ൽ. ഇമിറ്റേഷൻ ഓഫ് എ സീരിയസ് ആക്ഷൻ. ട്രാജഡി ഈസ് എൻ ഇമിറ്റേഷൻ ഓഫ് സീരിയസ്, കംപ്ലീറ്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ആക്ഷൻ. അല്ലേ, ട്രാജഡി എപ്പോഴും എന്തായിരിക്കണം? എൻ ഇമിറ്റേഷൻ ഓഫ് സീരിയസ് ആൻഡ് കംപ്ലീറ്റ് ആക്ഷൻ. ദ ആക്ഷൻ ഷുഡ് ബി കംപ്ലീറ്റഡ് എന്ന് പറയുന്നുണ്ട്. And significant action. It's also significant. It's also important. It is represented through language. Language എന്ത് ചെയ്യണം? Represent ചെയ്യണം. That is embellished with artistic elements like rhythm, harmony and song. And it is embellished through artistic elements like rhythm, harmony and song. Then അടുത്ത് പറഞ്ഞ എഫക്റ്റ് ഓൺ ദി ഓഡിയൻസ് പറയുന്നുണ്ട്. The purpose of tragedy is to invoke pity and fear in the audience, leading to purgation of emotions or catharsis. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞു പോയ സാധനം നമ്മൾ പറയുന്നത് മാത്രം കേട്ടോ. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി മുന്നേ പറഞ്ഞതാണ്, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആക്ഷൻ നോട്ട് നരേറ്റീവ്. പിന്നെ പറയുന്നുണ്ട് ട്രാജഡി ഈസ് കൺസേൺഡ് വിത്ത് ആക്ഷൻ നോട്ട്. ഇൻ ദ കേസ് ഓഫ് നരേറ്റീവ് ഇസ് എൻ എപ്പിക് പോയിറ്റ്. അല്ലേ, എപ്പിക്കാണ് നരേറ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ട്രാജഡി. ട്രാജഡി മസ്റ്റ് ബി ആൻ ആക്ഷൻ. The events are represented dramatically rather than simply told as a story. ഒരു സ്റ്റോറി പറഞ്ഞതിനേക്കാളും ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ ടു റെപ്രസെൻറ്റ് ദ ഇവൻറ്റ്സ്. അല്ലേ, ഡ്രമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം? ഇവൻറ്റ്സ് റെപ്രസെൻ്റ് ആണ് ആര് പറയുന്നത്? അരിസ്റ്റോട്ടിൽ പറയുന്നത്. ദെൻ 6 parts ഓഫ് ട്രാജഡി ഓൾറെഡി പറഞ്ഞ സാധനമാണ്. പ്ലോട്ട്, ക്യാരക്ടർ, ഡിക്ഷൻ, തോട്ട്, സ്പെക്ടക്കിൾ, സോങ്. മുന്നേ പറഞ്ഞു പോയ സാധനം ഒന്നുകൂടി പറയുന്നത് മാത്രം. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇത് പറയുന്നുണ്ടെന്ന് മാത്രം കേട്ടോ, വേറൊന്നുമില്ല. These parts determine the quality of tragedy. Aristotle divides them into 3 categories. നമ്മൾ ഓൾറെഡി ചാപ്റ്റർ 1 or 2 എക്സാം മുന്നേ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ദി പ്ലോട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ ചാപ്റ്റർ നമ്പർ 1 to 5 ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലേ, ഇമ്പോർട്ടൻസ് ഓഫ് പ്ലോട്ട്. പ്ലോട്ട് ഈസ് ദി സോൾ ഓഫ് ട്രാജഡി എന്ന് പറയുന്നത്. അല്ലേ, പ്ലോട്ട് ഈസ് ദി സോൾ ഓഫ് ട്രാജഡി. ആഫ്റ്റർ പ്ലോട്ട് വാട്ട് ഇസ് കംസ് നെക്സ്റ്റ്? ക്യാരക്ടറാണ് നെക്സ്റ്റ് വരുന്നത്. അല്ലേ, അത് മാർക്ക് ചെയ്തിട്ടോ. So the plot is the most important part of a tragedy. It is the action that drives the narrative forwards and provides the central structure of the drama. Character is secondary to action. എപ്പോഴും ക്യാരക്ടർ എന്ത് ചെയ്യണം? സെക്കൻഡറി ആക്ഷൻ. ആക്ഷൻ മീൻസ് പ്ലോട്ട്. ക്യാരക്ടർ എന്ത് ചെയ്യണം? എപ്പോഴും പ്ലോട്ടിന് സെക്കൻഡറി ആയിട്ടാണ് ക്യാരക്ടർ വരേണ്ടത്. വിച്ച് മീൻസ് പ്ലോട്ട് ഈസ് ദ സോൾ ഓഫ് എ ട്രാജഡി ആൻഡ് ക്യാരക്ടർ ഈസ് സെക്കൻഡ് വൺ. ക്യാരക്ടർ സബോർഡിനേറ്റ് ആക്ഷൻ ബോഡി ഡിസ്കസ് ചെയ്ത സാധനമാണ്. ദെൻ റോൾ ഓഫ് ക്യാരക്ടേഴ്സ്. What is the role of a character? Characters define action. Character shapes the actions of the individuals, but the action itself is what ultimately defines the tragedy. Character എന്ത് ചെയ്യണം? എപ്പോഴും ആക്ഷൻസ് ആണ് ഡിഫൈൻ ചെയ്യേണ്ടത്. ബട്ട് ദ ആക്ഷൻ ഇറ്റ് സെൽഫ് ഇറ്റ് വാട്ട് അൾട്ടിമേറ്റ്ലി ഡിഫൈൻസ് ട്രാജഡി. ആ ചെയ്യുന്ന ആക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? വാട്ട് ആക്ച്വലി ദ ട്രാജഡി ഡിഫൈൻസ്. ദ പ്ലോട്ട് പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക് വിത്ത് വിച്ച് ക്യാരക്ടർ ഈസ് ഡെവലപ്ഡ്. ആ പ്ലോട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ദ പ്ലോട്ട് പ്രൊവൈഡ്സ് എ ഫ്രെയിം വർക്ക്. ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ഒരു നമ്മൾ ഓൾറെഡി പറഞ്ഞു, പെയിൻറ്റിങ്ങിന് ഒരു ഔട്ട്ലൈൻ വരയ്ക്കുന്ന പോലെ ട്രാജഡിക്ക് എപ്പോഴും വേണ്ട ഫ്രെയിം വർക്ക് എന്താണ്? ഇറ്റ് ഷുഡ് ബി ദ പ്ലോട്ട്. താഴെ പറയുന്ന പെയിൻറ്റിങ്ങിൽ അത് പറയുന്നുണ്ട്, മുന്നേ പറഞ്ഞാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ തോട്ട് ഓൾസോ ബി ഡിസ്കസ്ഡ് ഇൻ അവർ ലാസ്റ്റ് ക്ലാസ്. തോട്ട് ഈസ് റെഫേഴ്സ് ടു ഐഡിയാസ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ് എക്സ്പ്രസ്ഡ് ബൈ ദ ക്യാരക്ടേഴ്സ്. അല്ലേ, അവർ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സും ഐഡിയാസൊക്കെ എന്ത് തോട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പെർട്ടിക്കുലർലി ഇൻ ടേംസ് ഓഫ് വാട്ട് ഈസ് പോസിബിൾ ഓർ പ്രോബബിൾ. അല്ലേ, എന്തായാലും പോസിബിൾ അല്ലെങ്കിൽ പ്രോബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഇവിടെ ക്യാരക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന തോട്ട്സ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ് ഓർ ട്രൂ ഇൻ ഗിവൻ സിറ്റുവേഷൻ. ഇൻ ഒറേറ്ററി ദിസ് റിലേറ്റഡ് ടു പൊളിറ്റിക്കൽ ഓർ റെറ്ററിക്കൽ സ്പീച്ച്, ബട്ട് ഇൻ ട്രാജഡി ഇറ്റ് ഈസ് ക്ലോസ്ലി ടൈഡ് ടു ദി സിറ്റുവേഷൻ ആൻഡ് ദ മോറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദി പ്ലോട്ട്. പിന്നെ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു പോയതാണ്, പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡിക്ഷൻ. വാട്ട് ഡിക്ഷൻ? എക്സ്പ്രഷൻ ഓഫ് മീനിങ് ഇൻ വേർഡ്സ്. ത്രൂ ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്യും? അത് എക്സ്പ്രസ് ചെയ്യുമല്ലോ, അതിനാണ് വിളിക്കുന്ന പേര് നമ്മൾ ഡിക്ഷൻ വിളിക്കുന്നത് കേട്ടോ. ഡിക്ഷൻ റെഫേഴ്സ് ടു ഹൗ മീനിങ് ഈസ് എക്സ്പ്രസ്ഡ് ത്രൂ ലാംഗ്വേജ്. അല്ലേ, നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു ലാംഗ്വേജിലൂടെ നമ്മൾ സംഭവം, നമ്മൾ ഐഡിയാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ദി മീനിങ് ഓഫ് ഡിക്ഷൻ. ഇൻക്ലൂഡിങ് ദ യൂസ് ഓഫ് മീറ്റർ ആൻഡ് വേർഡ് ചോയ്സ്. നമ്മൾ ഏതൊക്കെ മീറ്ററാണ് യൂസ് ചെയ്യേണ്ടത്, എക്സാം മീറ്റർ ആണോ ഡയമണ്ട് മീറ്ററാണോ യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ പറഞ്ഞു പോകുന്നത് ഇതിലൂടെയാണ്, നമ്മുടെ ഡിക്ഷനിലൂടെ പറഞ്ഞു പോകുന്നത്. അല്ലേ, ദ നെക്സ്റ്റ് വൺ കംസ് ടു സോങ്. മ്യൂസിക് എലമെൻറ്റ്സ്. സോങ് ഓർ മ്യൂസിക് ഇസ് കൺസിഡർഡ് ചീഫ് എംബെല്ലിഷ്മെൻറ്റ് ഓഫ് ട്രാജഡി. ഇമ്പോർട്ടൻറ്റ് മറന്നു പോയിട്ടോ. Song, Aristotle considered song as a chief embellishment of tragedy. Aristotle considered song as a chief embellishment of the tragedy. മറന്നു പോയതൊക്കെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. The use of melody, rhythm and choral parts adds emotional depth and elevates the performance beyond more dialogue. Then spectacle നമ്മൾ ഓടി പറഞ്ഞു പോയതാണ്. വിഷ്വൽ അപ്പീൽ
പെരിപ്പറ്റി ആൻഡ് അനഗ്നോസിസ് ഇതൊക്കെ നമുക്ക് എന്ത് വേണം? പെരിപ്പറ്റി അനഗ്നോസിസ് എന്തുണ്ടാക്കും? നമ്മൾ ഇമോഷണൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കും ആൻഡ് പ്ലോട്ട് ആൻഡ് ഇമോഷണൽ ഇമ്പാക്റ്റ്. ഇതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞു പോയതുകൊണ്ട് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രം കേട്ടോ. അപ്പോൾ ഇൻ ചാപ്റ്റർ നമ്പർ 6 ഹി ഡിഫൈൻസ് ട്രാജഡി ആൻഡ് ഹി ഡിഫൈൻസ് വാട്ട് ഇസ് ദ 6 കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ട് ഓഫ് ട്രാജഡി ആൻഡ് വാട്ട് ഇസ് പിറ്റ് ആൻഡ് ഫിയർ, വാട്ട് ഇസ് കഥാസ്, what is anagnosis and what is peripetia. These are things that he discussed in the chapter number 6. മുന്നേ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ചാപ്റ്റർ 1 to 5 ഡിസ്കസ് ചെയ്താണ് ഈ പോയിൻറ്റ്സ് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. Then when it comes to chapter number 7, what is a plot structure? ഇനി അടുത്ത് പറയാൻ പോകുന്ന ആ ഒരു സാധനമാണ് ഒരു പ്ലോട്ട് എങ്ങനെയായിരിക്കണം. അതാണ് ചാപ്റ്റർ നമ്പർ 7 നമ്മൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞു തരുന്നത്. how the plot must be. A tragic plot must be complete and whole, consisting a beginning, middle and end. ഈ ബിഗിനിങ് എങ്ങനെയാവണം, മിഡിൽ എങ്ങനെയാവണം, എൻഡ് എങ്ങനെയാവണം അതും പറയുന്നുണ്ട് കേട്ടോ. So what is a beginning? Beginning means as a starting point of the action which does not follow from anything. അത് ഒന്നിനും ഫോളോ ചെയ്ത് വരുന്ന സാധനമായിരുന്നു. It should be a beginning. അത് തുടക്കമാണ്. Anything preceding it but naturally leads to what follows. ഒരിക്കലും ഒരു പ്രൊസീഡ് ആയിട്ടുള്ള അത് മുമ്പ് സാധനത്തെ ഫോളോ ചെയ്ത് വരുന്ന സാധനമാകരുത്. ഇറ്റ് മസ്റ്റ് ഫോളോസ് അല്ലേ, അതാണ് ഫോളോ ചെയ്യണം നമ്മൾ അടുത്ത ആക്ഷനിലേക്ക്. വാട്ട്സ് എ മിഡിൽ? ഫോളോസ് ലോജിക്കലി ഫ്രം ബിഗിനിങ് ആൻഡ് കണക്ട്സ് ടു ദ എൻഡ്. അതെന്താണ് മിഡിൽ എന്ന് പറഞ്ഞാൽ? എന്താണ്? ബിഗിനിങ്ങിനെ ഫോളോ ചെയ്ത് വരുന്നതാവണം ആൻഡ് ഇറ്റ് മസ്റ്റ് കണക്ട് ടു ദ എൻഡ്. എൻഡിനെ കണക്ട് ചെയ്യുന്നതും കൂടിയാണ് എന്ത് മിഡിൽ എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് ഈസ് എ ട്രാൻസിഷണൽ പാർട്ട് ഓഫ് ദി പ്ലോട്ട്. അതെന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസിഷണൽ പാർട്ട് ഓഫ് ദി പ്ലോട്ടും കൂടിയാണ് എന്ത് നമ്മുടെ മിഡിൽ പാർട്ട്. ദെൻ വാട്ട് ഈസ് എ എൻഡ്? ദ ഫൈനൽ പാർട്ട് ഓഫ് ദി പ്ലോട്ട്. അതാണെന്ത് എൻഡ് എന്ന് പറഞ്ഞത് അല്ലേ. which naturally follows from the middle with no further events following it. It should be the resolution of the story or denouement of the story. Then next അടുത്ത് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി പ്ലോട്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതൊക്കെ മുന്നേ ഡിസ്കസ് ചെയ്ത സാധനങ്ങളാണ്. ഇതൊക്കെ ന്യൂ ടു വൺ. എ പ്ലോട്ട് മസ്റ്റ് ഹാവ് എ സർട്ടൻ മാഗ്നിറ്റ്യൂഡ് ടു ബി ബ്യൂട്ടിഫുൾ, നെയ്തർ ടു സ്മോൾ നോർ ടു ലാർജ്. അതായത് ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഒരു മാഗ്നിറ്റ്യൂഡ് സ്പെഷ്യൽ ഒരു ഫീച്ചറാണ്. മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ ഒരു വലുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. സ്മോൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? എ വെരി സ്മോൾ പ്ലോട്ട് ലീഡ്സ് ടു കൺഫ്യൂഷൻ. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും അല്ലേ. എ വെരി സ്മോൾ പ്ലോട്ട് ലീഡ്സ് ടു കൺഫ്യൂഷൻ ആസ് ഇറ്റ് കനോട്ട് ബി പെർസീവ്ഡ് ആസ് എ ഹോൾ. നമുക്ക് അപ്പോൾ ഒരു ചെറിയൊരു സംഭവത്തെ നമ്മൾ നോക്കിക്കണം, നമുക്ക് എന്തിട്ടില്ല ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതെന്താ കൺഫ്യൂഷൻ നമുക്ക് വരും. വി കാൺട്ട് പെർസീവ് ആസ് എ ഹോൾ. വാട്ട് അബൌട്ട് ലാർജ് മാഗ്നിറ്റ്യൂഡ്? എ പ്ലോട്ട് that is too large loses unity because the audience cannot grasp the entire action at once. വലിയൊരു മാഗ്നിറ്റ്യൂഡ് കഴിഞ്ഞാൽ നമുക്ക് എന്തിട്ടില്ല, നമുക്ക് ഒറ്റ ഒരു അതിൽ കാഴ്ചയിൽ നമുക്ക് എന്ത് കിട്ടില്ല, സാധനം നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ കഴിയില്ല. സോ നെക്സ്റ്റ് വൺ, ദ ഐഡിയൽ മാഗ്നിറ്റ്യൂഡ്. എ പ്ലോട്ട് ഈസ് വൺ ദാറ്റ് ക്യാൻ ബി കോംപ്രഹെൻഡ് ഇൻ എ സിംഗിൾ വ്യൂയിങ് അലൗവിങ് ദ ഓഡിയൻസ് ടു അപ്രീഷിയേറ്റ് ദ യൂണിറ്റി ഓഫ് ദ വർക്ക്. ഒരു ഐഡിയൽ മാഗ്നിറ്റ്യൂഡ്, ഒരു അങ്ങോട്ട് അത് വല്ലാണ്ട് വലുതാനും പാടില്ല, വല്ലാണ്ട് ചെറുതാനും പാടില്ല. അതിന് ഐഡിയലുള്ള മിഡിൽ മാഗ്നിറ്റ്യൂഡ്, മിഡിലുണ്ടല്ലോ അത് പിടിക്കണം നമ്മൾ. അതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ബാലൻസ് ഓഫ് സൈസ് ആൻഡ് ഓർഡർ. ലൈക്ക് എ ലിവിംഗ് ഓർഗാനിസം, എ പ്ലോട്ട് മസ്റ്റ് ഹാവ് എൻ അപ്രോപ്രിയേറ്റ് സൈസ് ഫോർ ക്ലാരിറ്റി ആൻഡ് എസ്തെറ്റിക് അപ്പീൽ. ഇതിൽ നെക്സ്റ്റ് പറയുന്നത് ലെങ്ത് ആൻഡ് കോംപ്രഹെൻസിബിലിറ്റി. ദ പ്ലോട്ട് ഷുഡ് ബി ഓഫ് ലെങ്ത് ദാറ്റ് ഈസ് മാനേജബിൾ ടു ദ ഓഡിയൻസ് ടു ഫോളോ, എൻഷുറിംഗ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി റിമെമ്പേർഡ് ആൻഡ് അപ്രീഷിയേറ്റഡ് ഇൻ ഇറ്റ്സ് എൻറ്റയറിറ്റി. അതായത് എന്ത് ചെയ്യണം, ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഒരു വല്ലാണ്ട് ഓവർ ലെങ്തി ആവരുത് ഒരു ട്രാജഡി. ദ പ്ലോട്ട് ഷുഡ് ബി ഓഫ് എ ലെങ്ത് ദാറ്റ് ഈസ് മാനേജബിൾ. ഒരു മാനേജബിൾ ആയിട്ടുള്ള ഒരു ലെങ്ത് ആവാൻ പാടുള്ളൂ എന്ത് പ്ലോട്ട്. അല്ലാണ്ട് ഓവർ ലെങ്ത് ആയി നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, വി കാൻറ്റ് അപ്രീഷിയേറ്റ് ദ tragic plot. The greater the length, the more beautiful the tragedy. Provide a sequence of events is clear and well structured. Then change to fortune. അത് അടുത്ത് പറയുന്നതാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, പെരിപ്പിറ്റി അല്ലേ, റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ. Then the plot should feature a change in fortune, അല്ലേ, വിച്ച് ക്യാൻ ബി ഫ്രം ഗുഡ് ടു ബാഡ് ഓർ ബാഡ് ടു ഗുഡ്. ഒന്നുകിൽ നല്ല മനുഷ്യൻ ബാഡ് ആവാം, അല്ലെങ്കിൽ ഒരു ചീത്ത മനുഷ്യൻ നല്ല മനുഷ്യനാവാം. അല്ലെങ്കിൽ ഗുഡ് ടു ബാഡ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല അവസ്ഥയിൽ നിന്നും ഒരു ചീത്ത അവസ്ഥയിലേക്കോ, അല്ലെങ്കിൽ ചീത്ത അവസ്ഥയിൽ നിന്നും നല്ല അവസ്ഥയിലേക്കോ പോവാം. ദാറ്റ് ഈസ് ദ ഫോർച്യൂൺ. ചേഞ്ച് ഇൻ ഫോർച്യൂൺ പറയുന്ന രണ്ട് സ്റ്റെപ്പിലാണ്, ഗുഡ് ടു ബാഡ് ഓർ ബാഡ് ടു ഗുഡ്. ദിസ് ചാൻസ് ഷുഡ് ബി ഗ്രൗണ്ടഡ് ഇൻ നെസസിറ്റി ഓഫ് പ്രോബിലിറ്റി ടു എൻഷുർ ദ പ്ലോട്ട് ഫീൽസ് നാച്ചുറൽ ആൻഡ് ലോജിക്കൽ. ഇതെന്ത് വേണം, ഇത് നമുക്ക് വെറുതെ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി grounded in necessity or probability. And necessity and probability, what is necessary in that case that we can do, or what is probable in that case that we can do. Otherwise it's not suitable for a tragic plot. ഞാൻ കൂടെ പറയുന്നുണ്ട്, to ensure the plot feels natural and logical. എപ്പോഴും ഇത് പ്ലോട്ട് എന്ത് ചെയ്യണം, ഒരു നാച്ചുറലായി തോന്നണം, അത് ലോജിക്കലായി തോന്നണം. ഒരു ലോജിക്കില്ലാണ്ട് പ്ലോട്ട് നമ്മളിങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. The change in fortune is central to the tragic experience, evoking pity and fear in the audience, leading to purgation of these emotions. ആ ഒരു ചേഞ്ച് ഇൻ ഫോർച്യൂൺ എപ്പോഴും എന്തുണ്ടാക്കണം, ഇറ്റ് ഷുഡ് മേക്ക് എ പിറ്റി ആൻഡ് ഫിയർ ഇൻ ദ ഓഡിയൻസ് ടു മേക്ക് കഥാസിസ് ഓർ ടു പർഗേഷൻ ഓഫ് ഇമോഷൻസ്. എപ്പോഴും ഈ ഒരു ചേഞ്ച് ഇൻ ഫോർച്യൂൺ എപ്പോഴും എന്തുണ്ടാകും, ഒരു നല്ല മനുഷ്യൻ പെട്ടെന്ന് ചീത്തയിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം, നമുക്കൊരു പിറ്റി ആൻഡ് ഫിയർ നമുക്ക് തോന്നണം.
then only it will be suitable for that plot എന്നാണ് അവർ പറയുന്നത്, നമ്മളെ അരിസ്റ്റോട്ടിൽ പറയുന്നത്. Then casual necessity. The sequence of events must follow the law of casuality, meaning that each event should be logically lead to next. ഒരു കാഷ്വാലിറ്റി നമ്മൾ ഫോളോ ചെയ്യണം. അതായത് ദ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് മസ്റ്റ് ഫോളോ ദ ലോ ഓഫ് വാട്ട്സ് ലോ ഓഫ് കാഷ്വാലിറ്റി. ഒരു കണക്ഷൻ വേണം തമ്മിലുള്ള പ്ലോട്ടുകൾക്ക്, ഒരു ഇവൻറ്റ്സുകൾക്ക്. മീനിങ് ദാറ്റ് ഈച്ച് ഇവൻറ്റ് ഷുഡ് ലോജിക്കലി ലീഡ് ടു നെക്സ്റ്റ്. ഒരു ലോജിക്ക് വേണം. അതായത് ഒരു കാര്യം പറഞ്ഞ പിന്നെ അടുത്ത് പറയുമ്പോൾ ഒരു ലോജിക്കില്ലാതൊരു സിസ്റ്റം വരാൻ പാടില്ല. ദ ഷുഡ് ബി കണക്റ്റഡ് ടു ലോജിക്ക്. അതാണ് പറയുന്നത് കേട്ടോ, കാഷ്വൽ നെസസിറ്റി. ദ പ്ലോട്ട് ഷുഡ് ബി അൺഫോൾഡ് നാച്ചുറലി. എന്ത് ചെയ്യണം, ആ പ്ലോട്ട് ഇങ്ങനെ ഒരു നാച്ചുറലായിട്ട് അൺഫോൾഡ് ചെയ്ത് പോരണം. അല്ലാണ്ട് നമുക്കറിയാം ട്രാജഡി, വാട്ട്സ് മീനിങ് ഓഫ് ട്രാജഡിയും. ഒരു പടം നമ്മൾ കണ്ടിട്ട്, ഒരു പടം എക്സാമ്പിൾ ഒരു സിനിമ എടുക്കാം, ഒരു സിനിമ കണ്ടില്ല, ആ സിനിമ നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യണം, അത് നാച്ചുറലായിട്ട് ഇങ്ങനെ തോന്നണം. അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വിത്തൗട്ട് ആർബിട്രറി ഓഫ് ഫോഴ്സ്ഡ് ഇവൻറ്റ്സ്, ഒരു ഇവൻറ്റ്സ് ഫോഴ്സ് ചെയ്തിട്ട് ഇവൻറ്റ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, സോ ദാറ്റ് ദ ഓഡിയൻസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ആക്ഷൻ. അതർവൈസ് അപ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ ഒരു എപ്പോഴും ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു പ്ലോട്ടിലുള്ള ആക്ഷൻസ് നാച്ചുറലായിട്ട് അൺഫോൾഡ് വരണം. പതുക്കെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് മെയിൻറ്റെയിൻ ദ ഇമിറ്റേഷൻ. ഓക്കെ. ദെൻ യൂണിഫൈങ് ദ ഹോൾ. A well-constructed plot should be unified with each part contributing to the overall story. അടുത്ത് പറയുന്നത് എന്താണ്, യൂണിഫൈങ് ദ ഹോൾ. അതായത് അതിലുള്ള ഓരോ ഇവൻറ്റ്സും ഓരോ പ്ലോട്ടിലെ ഓരോ കണ്ടൻസും എന്ത് ചെയ്യണം, എപ്പോഴും അതിൻ്റെ ഒരു ഓവറോൾ സ്റ്റോറിയുമായിട്ട് കണക്ഷൻ വേണമെന്ന് പറയുന്നുണ്ട് അരിസ്റ്റോട്ടിൽ. എ വെൽ കൺസ്ട്രക്റ്റഡ് പ്ലോട്ട് ഷുഡ് ബി യൂണിഫൈഡ് വിത്ത് ഈച്ച് പാർട്ട് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഓവറോൾ സ്റ്റോറി. ഓരോ പാർട്ടുകളും ഓവറോൾ സ്റ്റോറിയുമായിട്ട് കണക്ഷൻ നമ്മൾ കീപ്പ് ചെയ്യണം എപ്പോഴും. നോ എക്സ്ട്രാൻഡിയസ് സബ് പ്ലോട്ട്സ്. ഈച്ച് പാർട്ട് ഓഫ് ദ പ്ലോട്ട് മസ്റ്റ് സെർവ് ദ മെയിൻ ആക്ഷൻ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സെൻട്രൽ തീം. സബ് പ്ലോട്ടുകൾ വേണ്ടതെന്ന് പറയുന്നു കേട്ടോ. അരിസ്റ്റോട്ടിൽ ഡിസ്മിസ് സബ് പ്ലോട്ട്സ് ഇൻ ട്രാജഡി. ചാപ്റ്റർ നമ്പർ 7 കഴിഞ്ഞു. വി ആർ ഗോയിങ് ടു ചാപ്റ്റർ നമ്പർ 8. ചാപ്റ്റർ നമ്പർ 8 ഒരു ചെറിയ കുഞ്ഞു ചാപ്റ്ററാണ്. യൂണിറ്റി ഓഫ് ദി ആക്ഷൻ, നോട്ട് ദ ഹീറോ. ഇനി അടുത്ത് പറയുന്നത് എന്താണ്, എ ഹീറോസ് ലൈഫ് ഈസ് ഫിൽഡ് വിത്ത് കൗണ്ട്ലെസ് ഇൻസിഡൻസ് ദാറ്റ് കനോട്ട് ബി റെഡ്യൂസ്ഡ് ടു സിംഗിൾ യൂണിഫൈഡ് ആക്ഷൻ. ഫോർ എക്സാമ്പിൾ, ദ വെരി എക്സ്പ്ലോയ്സ് ഓഫ് ഹീറോസ് ലൈക്ക് ഹെറാക്ലിസ് ഓർ തീസിയസ് കനോട്ട് ബി കൊഹിയറൻ്റ്ലി കമ്പൈൻഡ് ടു സിംഗിൾ യൂണിഫൈഡ് ആക്ഷൻ. എന്ത് ചെയ്യാൻ പറ്റില്ല, യൂണിറ്റി ഓഫ് ആക്ഷനാണ് വേണ്ടത്, നോട്ട് ദ ഹീറോ. അതായത് നമുക്കൊരിക്കലും ഹെറാക്ലിസിൻ്റെയോ തെസീസിൻ്റെയോ ആ ഒരു ആക്ഷൻസ് നമുക്ക് ഒറ്റ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? നമുക്കൊരിക്കലും കഴിയില്ല. ആക്ഷൻസ് യൂണിറ്റി ഓഫ് ഹീറോ നമുക്ക് ഒരിക്കലും കൊണ്ടുവരാൻ കഴിയില്ല. Beside that, we have to, a hero's life is filled with countless incidents ഉണ്ടാവും that cannot be reduced to single unified action. നമുക്ക് എപ്പോഴും ഒരു യൂണിഫൈഡ് ആക്ഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. So we have to focus unity of action, not the hero. The error lies in believing that because of Heracles and Theseus in one person, the entire life must constitute one unified plot. And then imitation in art. In all imitative arts, the imitation is unified when the object imitated is itself unified. For tragedy, this means the plot should imitate a single unified action. The plot must be one centered around a single action that is complete in itself. എപ്പോഴും പ്ലോട്ട് ഒരൊറ്റ പ്ലോട്ട് എപ്പോഴും സബ് പ്ലോട്ടുകൾ പാടില്ലെന്ന് ആര് പറയുന്നുണ്ട്, അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. പിന്നെ സ്ട്രക്ചറൽ യൂണിറ്റി. അടുത്ത് പറയുന്നത് വെച്ചാൽ, ഈ ക്വസ്റ്റിനെ മിക്കവാറും സെറ്റിനെ കാണാറുണ്ട്. ഈ ക്വസ്റ്റിനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റിനെ, ദ പ്ലോട്ട് മസ്റ്റ് ബി സ്ട്രക്ചേർഡ് സച്ച് ദാറ്റ് ഇഫ് എനി പാർട്ട് ഈസ് റിമൂവ്ഡ് ഓർ ഡിസ്പ്ലേസ്ഡ്. അതായത് ഒരു പ്ലോട്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ആ പ്ലോട്ടിൻ്റെ സ്ട്രക്ചറിൽ നിന്ന് ഏതെങ്കിലും ഒരു പോർഷൻ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ it will affect the overall plot. The plot must be structured such that if any part is removed or displaced, the whole action would be disrupted and lose its coherence. ഏതെങ്കിലും ചെറിയ പോർഷൻ ഒഴിവാക്കിയാൽ എന്ത് ചെയ്യും, it should affect the whole tragedy. If a part of the plot can be removed without affecting the overall story, it's not an organic part of the whole plot. ഇപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും സാധനത്ത് ഒഴിവാക്കി, അങ്ങനെയാണെങ്കിൽ അതോട് പ്രത്യേകിച്ച് നമ്മളെ ട്രാജഡിക്ക് പ്രത്യേകിച്ച് ആക്ഷൻ നമ്മളെ ഡ്രാമ ട്രാജഡിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ ഓർഗാനിക് പാർട്ട് ഓഫ് ദി ഹോൾ പ്ലോട്ട്. അതെന്തല്ല, ഇറ്റ്സ് നോട്ട് ദ ഓർഗാനിക് പാർട്ട് ഓഫ് ദി ഹോൾ പ്ലോട്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ ചാപ്റ്റർ നമ്പർ 9. In the chapter number 9, he discuss what is the difference between a historian and poet. അല്ലേ, ഒരു പോയറ്റും ഒരു ഹിസ്റ്റോറിയനും തമ്മിൽ ഡിഫറൻസ് പറയുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ സംഭവം നോക്കേണ്ടത് പോയട്രി എക്സ്പ്രസ് ദ യൂണിവേഴ്സൽ ആൻഡ് ഹിസ്റ്ററി എക്സ്പ്രസ് ദ പെർട്ടിക്കുലർ. അത്രേ പറയുന്നുള്ളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ പോയിറ്റ് ആൻഡ് ഹിസ്റ്റോറി. വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ പോയിറ്റ് ആൻഡ് ഹിസ്റ്റോറി? പോയിറ്റ് ആൻഡ് ഹിസ്റ്റോറി ഡിഫേഴ്സ് ഇൻ ദർ ഫോക്കസ്. ദ പോയിറ്റ് ഡസ് നോട്ട് മിയർലി റിക്കൗണ്ട് വാട്ട് ഹാസ് ഹാപ്പൻഡ്. ഒരിക്കലും പോയിറ്റ് നോക്കുന്നതല്ല എന്ത് സംഭവിച്ചു എന്നല്ല നോക്കുന്നത്, ബട്ട് റാദർ വാട്ട് കുഡ് ഹാപ്പൻ, എന്ത് സംഭവിക്കാം. വാട്ട് ഈസ് പോസിബിൾ പ്രോബിൾ അക്കോർഡിംഗ് ടു ലോ ഓഫ് പ്രോബിലിറ്റി ഓർ നെസസിറ്റി. അല്ലേ, പ്രോബിലിറ്റി നെസസിറ്റിയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ സംഭവിക്കാം, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ.
അതാണ് എന്ത് നോക്കുന്നത്, ആര് നോക്കുന്നത്, നമ്മൾ പോയറ്റ് നോക്കുന്നത്. But when it comes to historian, poet explore universal how people of certain type would act or speak in given situations. History, on the other hand, is about particular, the actual events involving specific individual, like the actions of Alcibiades. Alcibiades ഒരു എത്തേനിയൻ സ്റ്റേറ്റ്സ്മാൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് നമ്മൾ കൗണ്ട് ചെയ്തതുപോലെ അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചതുപോലെ. Aristotle argues that poetry is a higher form than history എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. Aristotle argues that poetry is a higher form than history എന്നും കൂടെ ആര് പറയുന്നുണ്ട്, അരിസ്റ്റോട്ടിൽ ഇതിൽ പറഞ്ഞു വെച്ച് പോകുന്നുണ്ട്. Role of the poet. The poet's primary function is to construct plots based on probability and necessity, not merely to write verses. എന്ത് ചെയ്യുന്നില്ല, the poet's primary function is to construct plots based on probability and necessity, not merely to write verses. പോയറ്റിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്, ഈസ് ടു കൺസ്ട്രക്ട് പ്ലോട്ടാണ് എന്ത് ഒരു പോയറ്റിൻ്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. വെദർ ഇറ്റ് ഈസ് എപ്പിക് പോയട്രി, വെദർ ഇറ്റ് ഈസ് ട്രാജഡി, എന്തോ ആയിക്കോട്ടെ. നോട്ട് മിയർലി ടു റൈറ്റ് വേഴ്സസ് എഴുതാന്നുള്ളതല്ല ഒരു റൈറ്ററുടെ എന്ത് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദ പോയറ്റ് ഈസ് എ മേക്കർ ബിക്കോസ് ദേ ക്രിയേറ്റ് ദ ആക്ഷൻ, നോട്ട് സിംപ്ലി ദ വേർഡ്സ്. ദ പോയറ്റ് ഈസ് എ മേക്കർ ഓഫ് പ്ലോട്ട്സ് ആണെന്ന് പറയുന്നത്. ഒന്ന് വെച്ചോക്കെ, ദ പോയറ്റ് ഈസ് ദി മേക്കർ ബിക്കോസ് ദേ ക്രിയേറ്റ് ദ ആക്ഷൻ. പോയറ്റിനെ വിളിക്കുന്നത് എന്താണ്, മേക്കർ എന്ന പോയറ്റിനെ വിളിക്കുന്നത് കേട്ടോ. ബിക്കോസ് ദേ ക്രിയേറ്റ് ദ ആക്ഷൻ, അവരാണ് ആക്ഷൻസ് ഉണ്ടാക്കുന്നത്, not simply the words. Words are they create the action through their language. Even if a poet chooses a historical subject, they remain a poet because they reimagine the events in a way that aligns with the what probable or possible, making the story more meaningful and universal. What you പറഞ്ഞ point ആണ്, what is probable or possible, or what is probable or possible in the case of necessity, a poet can make plots. ദെൻ അവോയ്ഡിങ് എപ്പിസോഡിക് പ്ലോട്ടുകൾ, അത് ഇയാൾ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. എപ്പിസോഡിക് പ്ലോട്ടുകൾ വേണമെന്ന് പറയുന്നത് ആര്, നമ്മളെ അരിസ്റ്റോട്ടിൽ കേട്ടോ. എപ്പിസോഡിക് പ്ലോട്ട്സ് ആർ ദോസ് ഇൻ വിച്ച് ദ ഇവൻറ്റ്സ് ഓർ എപ്പിസോഡ് സക്സീഡ് ഓൺ അനദർ വിത്തൗട്ട് എ പ്രോബിലിറ്റി ഓർ നെസസറി സീക്വൻസ്. ഇയാൾ പറഞ്ഞു വെച്ചാൽ ഈ എപ്പിസോഡ് പ്ലോട്ട് എന്താണ്, ഒരു പ്ലോട്ട് കഴിഞ്ഞാൽ അടുത്തൊരു സീക്വൻസ്, അടുത്ത സീക്വൻസ് അങ്ങനെ സീക്വൻസ് നമ്മൾ ഇപ്പോൾ സീരിയൽ ഉണ്ടല്ലോ, ആ സിസ്റ്റമാണ് പറഞ്ഞത് ഇയാൾ പറഞ്ഞത്, ലൈക്ക് സീരിയൽസ് അല്ലേ. ഇപ്പോൾ എപ്പിസോഡ് പ്ലോട്ടിൽ ഒരിക്കലും ഇയാൾ എന്ത് ചെയ്യുന്നില്ല, ഡിസ്മിസ് ചെയ്യണം അല്ലേ, ബിക്കോസ് ഇറ്റ് ലോസ് ദ പ്രോബിലിറ്റി ഓർ നെസസിറ്റി സീക്വൻസ്. Such plots lack logical progression, and while some poets may write in this way to please actors or for show, എന്തിനാണ് കാണിക്കുന്നത്, ഒരു ഷോ ഓഫ് കാണിക്കാനും ഒക്കെ, അതുപോലെ തന്നെ നമ്മൾ ഓഡിയൻസിനെ പ്ലീസ് ചെയ്യിക്കാനും വേണ്ടി എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ സംഭവം എഴുതുന്ന ആര് പറഞ്ഞത്, അരിസ്റ്റോട്ടിൽ പറയുന്നത്. ദിസ് ഈസ് ജനറലി കൺസിഡേർഡ് ആസ് എ ബാഡ് പ്രാക്ടീസ് അക്കോർഡിംഗ് ടു what Aristotle. Good poets avoid this kind of structure, ensuring that the events of the plot are logically connected and flow from one to another in a way that feels natural and necessity. Then next one, tragic events and their impact. ഇത് പറയുന്നത് എന്താ വെച്ചാൽ, what is the goal of tragedy? Tragedy aims to make the audience feel fear and pity. Surprise is key. Events that unexpected create stronger emotions in the audience. ആ സർപ്രൈസ് ഇസ് കീ അടുത്ത പോയിന്റ് എന്താണ് കേട്ടോ, അത് ഞാൻ നോട്ട് ചെയ്യാൻ പോയതാണ്. ഞാൻ വേർഡ് ഫയൽ നേരെ കോപ്പി അടിച്ചപ്പോൾ കോപ്പി അടിച്ച സമയത്ത് ചെറിയ മിസ്റ്റേക്കാണ്. സർപ്രൈസ് ഇസ് കീ എന്ന് പറഞ്ഞാൽ ഇവൻറ്റ്സ് ദാറ്റ് ആർ അൺഎക്സ്പെക്റ്റഡ് ക്രിയേറ്റ് സ്ട്രോങ്ങർ ഇമോഷൻസ് ഇൻ ദ ഓഡിയൻസ്. അതായത് ഒരിക്കലും നമ്മൾ ഓഡിയൻസ് എക്സ്പെക്റ്റ് ചെയ്യാത്ത നമ്മൾ ഇവൻറ്റ്സ് നമ്മൾ പ്ലോട്ട്സ് ഇട്ട് കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ ഒരു പ്ലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ക്രിയേറ്റ് വാട്ട് സ്ട്രോങ്ങർ ഇമോഷൻസ് ഇൻ ദ ഓഡിയൻസ്. ലോജിക്കൽ കണക്ഷൻ, ഇവൻ ഇത് ഇവൻസ് ആർ സർപ്രൈസിങ്, നമ്മൾ പറഞ്ഞു നമ്മൾ സർപ്രൈസിങ് ഇവൻസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു പറഞ്ഞു. ഇവൻസ് ആർ സർപ്രൈസിങ്, ദേ ഷുഡ് സ്റ്റിൽ ഫീൽ ലോജിക്കൽ ഓർ കണക്റ്റഡ് ടു ദി സ്റ്റോറി. അപ്പോഴും എന്ത് വേണം, ഒരു കണക്ഷൻ, ദർ ഷുഡ് ബി എ കണക്ഷൻ ബിറ്റ്വീൻ ദി സ്റ്റോറി ആൻഡ് ദി ഇവൻറ്റ്സ്. നോട്ട് റാൻഡം ഇവൻറ്റ്സ് shouldn't feel like random accidents, but like they were a part of bigger plan or caused by the characters' actions. എന്ത് ചെയ്യാൻ പറ്റില്ല, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് റാൻഡം ആക്സിഡൻസ്, ഒരു റാൻഡമായി നടക്കുന്ന ആക്സിഡൻസ് ആയി തോന്നിയത് നമ്മളെ ക്യാരക്ടറിൻ്റെ ലൈഫിൽ. ഇറ്റ് ഈസ് കണക്റ്റഡ് ബട്ട് ലൈക്ക് ദേ വെയർ എ പാർട്ട് ഓഫ് ബിഗർ പ്ലാൻ, ഒരു വലിയ പ്ലാനിൻ്റെയോ അല്ലെങ്കിൽ ഒരു കോസ് ബൈ ക്യാരക്ടേഴ്സിൻ്റെ ആക്ഷൻസ് കൊണ്ടൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓഡിയൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഒരിക്കലും റാൻഡമായിട്ട് ചൂസ് ചെയ്ത സംഭവങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അരിസ്റ്റോട്ടിൽ പറയുന്നത്. Stronger impact. When surprising events feel like they were meant to happen, like fate or destiny, they leave a stronger emotional effect on the audience. When surprising events feel like they were meant to happen, അതിപ്പോൾ നടക്കുന്ന സംഭവങ്ങളാവും, ചിലപ്പോൾ ഓഡിയൻസ് നടക്കുന്ന സംഭവം വിചാരിച്ചിട്ടുണ്ടാവും. സോ ദാറ്റ് ഹാപ്പൻ അറ്റ് ദാറ്റ് ടൈം, വാട്ട് they leave a stronger emotional effect on the audience. അതെന്തുണ്ടാക്കും, ഓഡിയൻസിന് എന്തുണ്ടാവും, ഭയങ്കര സ്ട്രോങ് ഒരു ഇമോഷണൽ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. അത് പറയുന്നത് അരിസ്റ്റോട്ടിൽ പറയുന്നത് അല്ലേ. Then tragic wonder, this combination of surprise and logic creates a sense of tragic wonder, making the story more powerful.
ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്കിപ്പം സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലെ ക്വസ്റ്റ്യൻസ് വരും. ചിലപ്പോൾ ഇതിന് എം സി കെ ചിലപ്പോൾ എം സി കെ തന്നെ വരും, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ടെക്സ്റ്റുകളൊക്കെ മറന്നു പോകണ്ട. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുന്ന സംഭവങ്ങൾ നമ്മൾ. Example of effective tragic plot. Aristotle uses example of the statue of Metis at Argos, which fell on his murder during the festival of killing them. ഇതൊരു മിറ്റിക്സ് ആഫ്റ്റർ ആഗോസ് എന്ന ഒരു സീനാണ്. അത് ഒരു സ്റ്റാച്ചു വന്നൊരാളെ മേളിൽ വന്നിട്ട് വീഴുന്നൊരു ആളെ കില്ല് ചെയ്യുന്നൊരു സീനാണ്. ദിസ് ഇവൻറ്റ് വൈൽ സീമിംഗ്ലി കോൺസിഡൻഷ്യൽ, നമുക്ക് ഇത് കാണുമ്പോൾ എന്തെയും ഒരു കോൺസിഡൻറ്റ് തോന്നും. ബട്ട് ഫീൽസ് ഡിസൈൻഡ് ഓർ പർപ്പസ്ഫുൾ. ബട്ട് ഇറ്റ് ഈസ് ഫീൽഡ് ഡിസൈൻഡ് ഓർ പർപ്പസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്താണ് ഉണ്ടാക്കി വെച്ച സീനാണ്. ദിസ് heightening the tragic effect, to heightening the tragic effect in that tragedy. This illustrates the idea that tragedy works best when events appear to follow a natural flow of cause and effect. ഇത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? എപ്പോഴും ട്രാജഡി വർക്ക്സ് ബെസ്റ്റ് വെൻ ഇവൻറ്റ്സ് അപ്പിയർ ടു ഫോളോ എ നാച്ചുറൽ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. ഒരു കാരണവും അതിൻ്റെ എഫക്റ്റും എന്തെങ്കിലും ഒരു ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് ആ ഒരു ഓഡിയൻസിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, നമ്മളിങ്ങനെ ഓരോ ആക്ഷൻസ് നമ്മൾ ട്രാജഡി ഉൾപ്പെടുത്തുന്ന ആര് പറയുന്നത്, അരിസ്റ്റോട്ടിൽ പറയുന്നത്. ദെൻ ചാപ്റ്റർ 10, Aristotle differentiate simple plot and complex plot in this chapter. Aristotle distinguishes between two types of plots in tragedy, simple and complex, and emphasizes the importance of their internal structure and casuality. Yes. Then, what is simple plot? Simple plot refers to an action that is one and continuous. Simple plot എന്താണ്? ഒറ്റ ആക്ഷൻ ഉണ്ടാവുള്ളൂ ആൻഡ് കണ്ടിന്യൂസ് ആയിരിക്കും. There will be no changing in that action. Where the change of fortune occurs without any reversal of the situation or recognition. In this simple plot, there will be no change in fortune. Change in fortune is it, but no need of peripetia or anagnorisis. ഇതിൽ എന്തുണ്ടാവില്ല, സിമ്പിൾ പ്ലോട്ട് എന്തുണ്ടാവില്ല, ഈ പെരിപ്പറ്റിയും അഗ്നോറിസും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്, അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ഇൻ എ സിമ്പിൾ പ്ലോട്ട് ദ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് അൺഫോൾഡ് വിത്ത് എനി ഡ്രമാറ്റിക് ട്വിസ്റ്റ് ഓർ റെവലേഷൻ. ദ ഇവൻറ്റ്സ് ആർ സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും ഇവൻറ്റ്സുകളൊക്കെ. ആൻഡ് ദ ചേഞ്ച് ഇൻ ഫോർച്യൂൺ ഹാപ്പൻസ് നാച്ചുറലി വിത്തൗട്ട് സർപ്രൈസ് ഇൻ ടേൺസ് ഓർ ഫേറ്റ് ഓർ ഐഡൻറ്റിറ്റി റെക്കഗ്നിഷൻ. എന്തില്ല ഒരു സർപ്രൈസിങ് ഉള്ള സംഭവം എന്ത് സിമ്പിൾ പ്ലോട്ടിൽ ഉണ്ടാകുന്ന ആര് പറഞ്ഞത്, അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. ചേഞ്ച് ഇൻ ഫോർച്യൂൺ ഉണ്ടാവും, ബട്ട് വിത്തൗട്ട് പെരിപ്പറ്റി ആൻഡ് അനക്നോറിസിസ് ആണ് എന്ത് സിമ്പിൾ പ്ലോട്ടിൽ ഉണ്ടാവുന്ന ആ സംഭവം കേട്ടോ. അത് ചേഞ്ച് ഇൻ ഫോർച്യൂൺ നാച്ചുറലി ഇങ്ങനെ ഹാപ്പൻ ചെയ്യുന്ന പോലെ ആയിരിക്കും. ബട്ട് ഇൻ കോംപ്ലക്സ് വാട്ട് ഇസ് ഹാപ്പൻ ടു കോംപ്ലക്സ് പ്ലോട്ട്, ദേ വിൽ ബി a change in fortune and peripetia is there and anachronism is there, so it will be more complex plot. It will be more complex. So what is a complex plot? A complex plot involves reversal of situation or recognition or both. ഇതിൽ എന്തുണ്ടാവും, പെരിപ്പെറ്റി ഉണ്ടാവും, അതുപോലെ അനഗ്നോറിസിസും ഇതിൽ വരും. റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻ, പെരിപ്പെറ്റിയ ആൻഡ് വാട്ട് ഇസ് അനഗ്നോറിസിസ് നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്യണം. ഒന്നുകൂടി പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളുണ്ട്, പിന്നെ ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല സാധനങ്ങൾ കേട്ടോ. A complex action involves these elements, reversal and or recognition arising from the internal structure of the plot. It must be arising from the internal structure of the plot. ഇത് എവിടെ നിന്നാണ് വരേണ്ടത്? ഫ്രം ദി ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ദി പ്ലോട്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് സാധനവും ഉയർന്നു വരേണ്ടത്. മീനിങ് ദാറ്റ് ദ ചേഞ്ചസ് ഓർ ട്വിസ്റ്റ് ഇൻ ദ സ്റ്റോറി മസ്റ്റ് നാച്ചുറലി ഫോളോ ഫ്രം ദി പ്രിസീഡിങ് ഇവൻറ്റ്സ്. അതായത് ഒക്കെ ഒരു കണക്ഷൻ വരുന്നതാണ് പറയുന്നത് നമ്മൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞു കേട്ടോ. ഇൻ ദിസ് വേ ദ പ്ലോട്ട് മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ഇൻറ്റേർണൽ ലോജിക് ആൻഡ് കൊഹിയറൻസ്. ദ നെക്സ്റ്റ് വൺ ലാസ്റ്റ് പറഞ്ഞത് കോസ് ആൻഡ് എഫക്റ്റ് പറയുന്നുണ്ട്. What is the cause? Necessity vs coincidence. Aristotle makes an important distinction between two kinds of causality, propter hoc and post hoc. ഇത് രണ്ടും ആൾ ഉപയോഗിച്ച വേർഡുണ്ട്, propter hoc and post hoc. Propter hoc means that subsequent events are necessary or probable result of the preceding ones, creating a cohesive and logical structure in the plot. അതായത് മുന്നേ നടന്ന സംഭവത്തിൻ്റെ ഒരു പ്രൊസീഡ് ചെയ്ത് വരുന്നതാണെന്ത്, ഒരു റിസൾട്ടാണെന്ത് അടുത്ത് വരുന്ന സംഭവം, അതാണെന്ത് പ്രോപ്പർ ഹോക്ക് മീൻസ്. ഓക്കെ, ക്രിയേറ്റിംഗ് എ കോഹസീവ് ആൻഡ് ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് ദി പ്ലോട്ട്. അതായത് ഒരു കാര്യം, ഒരു ക്യാരക്ടർ ഒരു സംഭവം മുന്നേ എന്തൊരു ബാഡ് സംഭവം ചെയ്യുന്നത് അതിന് റിസൾട്ട് അവന് അനുഭവിച്ചിരിക്കും, അതാണ് പ്രോപ്പർ ഹോക്ക്. വാട്ട്സ് എ പോസ്റ്റ് ഹോക്ക്? ഓൺ ദ അതർ ഹാൻഡ് ഇറ്റ് is when events simply follow each other chronologically without a necessary causal relationship. In tragedy, this is undesirable because it leads to lack of coherence and weaker emotional impact. Post hoc means അതിന് പ്രത്യേകിച്ച് ഒരു കണക്ഷൻ, ബി നോ ലോജിക്. ഇനി ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഇങ്ങനെ കഴിഞ്ഞ് പോകുന്ന സാധനമേ കയറാം, അതിലിടയിൽ എന്ത് വരും, ഈ സംഭവമൊക്കെ വരുന്നു മാത്രം. അതുകൊണ്ട് അരിസ്റ്റോട്ടിൽ ഓൾവേസ് ഇൻ ട്രാജഡി ദിസ് ഇസ് അൺഡിസൈറബിൾ. ഒരു സംഭവം ആവശ്യമുള്ള സാധനമാണ് എന്താ, ഈ പോസ്റ്റ് ഹോക്ക് എന്ന് പറയുന്ന സാധനം. സോ അരിസ്റ്റോട്ടിൽ സേസ് ദാറ്റ് പ്രോപ്പർ ഹോക്ക് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ട്രാജഡി. ദെൻ അറ്റ് ലാസ്റ്റ് he in last chapter number 10 he what redefine
Simple plots are straightforward with a direct change in fortune. There will be no peripety, there will be no allegorisis. Whilst complex plot are more intricate with reversal and recognition, which should arise naturally from the structure of the plot and follow logically from earlier actions. Then cause and effect we already discussed. അപ്പോൾ എത്രയാണ് നമ്മുടെ ചാപ്റ്റർ നമ്പർ 6 to 10 വരെ നോക്കിപ്പോയ പോയിൻറ്റ്സ് ഇത്രയേ ഉള്ളൂ. ഇതിൽ ഓൾമോസ്റ്റ് കുറേയൊക്കെ നിങ്ങൾ പഠിച്ച മുന്നേ ചാപ്റ്റർ നമ്പർ 1 to 5 നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് ഒരുപാട് ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യങ്ങൾ മാത്രം അതിൽ വെച്ചിട്ട് എന്ത് ചെയ്താൽ ആ രീതിയിലേക്ക് ഞാൻ ക്ലാസ് എടുത്ത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ.